അടിപൊളി ടേസ്റ്റാണിത്. ഇതെങ്ങനെ ഇളക്കിയത് പൊളി പൊളി. ദിവസമേ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും മാംഗോ ചിയ പുഡിങ്ങിന് 250 രൂപ റേറ്റ്. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്നൊരു സാധനമാണ്, സീസണൽ ഫ്രൂട്ടാണ് മാങ്ങ. ഇപ്പോൾ നിസ്സാരമായി നമുക്ക് കിട്ടുന്നൊരു സാധനമുള്ളത്. ഒരു പഴുത്ത മാങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പും ക്രേവിങ്സും ഒക്കെ അല്ലേ. അപ്പോൾ ഇതേ മാങ്ങ ചെറുതായിട്ടായിരുന്നു, നല്ല പഴുത്തതായതുകൊണ്ട് അരിഞ്ഞെടുക്കാൻ വളരെ വളരെ പ്രയാസമായിരുന്നു. അതിലേക്ക് ഇതേ ചിയാ സീഡ് കുതിർത്തത്, ഇതിങ്ങനെ ലെയറായിട്ട് കുപ്പിക്കകത്തൊക്കെ ഇട്ടാണ് വെച്ചിരുന്നത്. നമ്മുടെ ഹോം മെയ്ഡ് യോഗേർട്ട്, ഇത് പ്രോട്ടീനും കൂടെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ചിയാ സീഡൊക്കെ അല്ലെ മാങ്ങയൊക്കെ ആണെങ്കിലും ആ ഡയറക്റ്റ് അങ്ങനെ അരിഞ്ഞ് കഴിക്കുന്നത് കൊണ്ട് നമുക്കതിനകത്ത് ഫൈബറും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെടുത്തില്ല. വേണമെങ്കിൽ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതാണ്, വേണമെങ്കിൽ ഒരു നുള്ള് തേനും കൂടെ ഒരു നുള്ളൊഴിച്ചാൽ മതി. വേണമെങ്കിൽ, ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. ചെറിയ പുളിപ്പൊക്കെയുള്ള മാങ്ങ ആണെങ്കിൽ നമുക്കങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു സാധനത്തിന് വളരെ വളരെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാധനത്തിന് 250 രൂപയൊക്കെ കൊടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അപ്പോൾ ഇതേ നമുക്ക് ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ മാങ്ങയൊക്കെ കഴിക്കാം. കാലറി കൂടുതലും അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ എടുക്കരുതെന്ന് പറയുന്നത്. ഈ സാധനത്തിന് യോഗട്ട് പോലും ചേർക്കാതെ ചെയ്യുന്ന ആ ഒരു ചിയാ പുഡിങ്ങിന് 250 രൂപ എന്ന് പറഞ്ഞാൽ അത് തൊണ്ടയിൽ ഇറങ്ങണമെങ്കിൽ ഇച്ചിരി പ്രയാസം. അപ്പോൾ അതേ ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെയൊക്കെ ആ മാങ്ങയുടെ മധുരവും ആ ചിയാ സീഡ് നല്ലപോലെ കുതിർന്ന് കിടക്കുന്ന ചിയാ സീഡാണ് കേട്ടോ. പൊളി സാധനം. മധുരം വേണമെങ്കിൽ ഞങ്ങൾക്ക് പുളി ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ ആ മാങ്ങയുടെ മധുരം മാത്രം മതി കേട്ടോ. ഇനി കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇടാനുള്ള